എടുക്കാനുള്ളതൊക്കെ എടുത്തോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അതെടുത്തില്ല ഇതെടുത്തില്ല എന്നും പറഞ്ഞ് വിളിച്ചേക്കല്ലേ. എനിക്ക് ഒന്നാമതേ സമയമില്ല, പള്ളി പെരുന്നാളാണ്. പൈസയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങളെടുത്തില്ല എന്ന് കരുതി ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിനകത്തൊന്നും ചെന്ന് ചാടിയേക്കരുത്. പണ്ടാരം പിടിച്ച ബസ്സാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ നീ കേൾക്കുന്നുണ്ടോ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഈ പറയുന്നത്. ആ അതെ, ബസ് വരുന്നുണ്ട്. ഡാ മോനെ. ആ എന്നാ പിന്നെ കൊടുക്കാം. ഹലോ, ആ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എടോ ജോണി, താൻ ഇതെവിടെ പോയി കിടക്കുക? മീറ്റിങ്ങിന് എല്ലാവരും തന്നെ നോക്കിയിരിക്കുക. ഞാൻ ചെറുക്കനെ അത് ബസ് കയറ്റി വിടാൻ പോയതാ. താൻ പെട്ടെന്ന് വാ. ആ ഞാൻ വന്നോളാം. നിങ്ങൾ തീരുമാനിച്ചോ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പെരുന്നാളിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന തനിക്കല്ലേ. താനുണ്ടെങ്കിലേ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അച്ഛാ ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ അങ്ങ് എത്തിക്കോളാം. ആ ആ ഇപ്പം എത്തി. എടിയേ, ഓർക്കാപ്പുറത്തൊരു മഴ. വികാരിച്ചൻ്റെ കൊടയാ, നീ അതുകൊണ്ട് നിവർത്ത് പോയി. ആ തോർത്ത് എന്ത് ചെയ്യേ? ആ ഇവിടെ ഉണ്ടായിരുന്നു. അതെ, അവൻ വിളിക്കുകയല്ലോ ചെയ്തായിരുന്നു. ആ എന്നിട്ട് നിങ്ങൾ എന്നാ പറഞ്ഞു? എന്നാ പറയാനാ എടി, കഴിഞ്ഞ മാസമല്ലേ 7,000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്ത്. എപ്പോഴെപ്പോഴും കാശ് അയച്ചു കൊടുക്കാൻ ഇവിടെ അച്ചടിച്ച് വെച്ചിരിക്കുന്നോ? നീ അവനെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. ചുമ്മാ ചോദിക്കുമ്പോഴെല്ലാം പൈസ എടുത്ത് കൊടുക്കുക. പിന്നെ ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആ കൊടുക്കാം. എടി, അവൻ ഈ കാശ് കൊണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുത്തു നിനക്ക് വല്ല പിടിയുണ്ടോ? അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. ചെയ്യത്തില്ല. പിള്ളേരെ പോലും വിശ്വാസമില്ലാത്ത മനുഷ്യൻ. ആഹാ, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എൻ്റെ കുഞ്ഞെ, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേടി? പരീക്ഷ എങ്ങ് എത്തി. ചെന്നിരുന്ന് പഠിച്ചേ. ചെല്ലെ. പപ്പ, ഞാൻ ഇപ്പൊ വന്നിങ്ങി ഇരുന്നതേ ഉള്ളൂ. ഇത്രയും സമയം പഠിക്കുമായിരുന്നു. അവള് പറയുന്നത് ചുമ്മാതാ. വന്നപ്പോ പോലെ അതുകൊണ്ടിരിക്കുവായിരുന്നു, ഞാൻ കണ്ടതാ. ആണോടി? അമ്മ ചുമ്മാ പറയുന്ന. ആ എടി, അവള് കുഞ്ഞല്ലേടി, അവള് കുറച്ചു നേരം ഇരുന്ന് കളിച്ചോട്ടെ. സൂപ്പർ. എനിക്ക് ഞാനും വരാം. അപ്പനെ ട്രോളാ. ആ ഇപ്പൊ അപ്പനും മോളും ഒന്നായി. ഞാൻ ഔട്ട്. കൊള്ളാം. അങ്ങനെ അങ്ങ് സൂഹിക്കണ്ട, എനിക്കും കാണണം. അങ്ങോട്ട് മാറി. ഇത് കണ്ടോ? ഹലോ, നിർത്തിക്കടാ. ഓഫാക്കടാ. ഹലോ 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 എന്താടാ വിളിച്ചാ നിനക്ക് ഫോൺ എടുക്കത്തില്ലേ? ചേട്ടാ, പൈസ എവിടെ? ചേട്ടാ ഞാൻ തരാം. നീയൊക്കെ ചോദിച്ച ഉടനെ അങ്ങോട്ട് പൈസ കിട്ടു തന്നതേ ഞങ്ങൾക്ക് പലിശ കിട്ടാനാ. മര്യാദയ്ക്ക് പൈസ അടച്ചോണം, ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കയറി പണി ഞങ്ങള്. ചേട്ടാ ഞാൻ അടയ്ക്കാൻ. ചേട്ടാ വീട്ടിൽ നിന്ന് പൈസ ഒന്ന് കിട്ടിക്കോട്ടെ. 3 ദിവസം കൂടെ സമയം തരാം. അതിനുള്ള പൈസ അടച്ചില്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ള എല്ലാവരുടെ ഫോട്ടോ ഇന്റർനെറ്റിൽ കിടന്ന് കറങ്ങും വേറെ രൂപത്തിൽ. കേട്ടോടാ? ഹലോ ഹലോ
ഹാ ഒന്ന് നിർത്തടാ. എന്താ ബ്രോ? നീയൊക്കെ കൂടി പറഞ്ഞിട്ടല്ലേ കാശ് കിട്ടുന്നവരെ ഞാൻ ആപ്പിൽ കയറി ലോൺ എടുത്തത്. ഇപ്പൊ എല്ലാരും കൂടി എന്നെ കൊല്ലാക്കൊല ചെയ്യുക. എവിടെങ്കിലും പോയി ചാവാൻ തോന്നുക. നീ സമാധാനിക്ക് ബ്രോ, അവന്മാർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നിനക്കൊന്നൊരു കുഴപ്പമില്ലല്ലോ, ഒന്ന് പോയേടാ. നിങ്ങൾക്ക് എന്നെ അവനെ ഒന്ന് വിളിച്ചാല്. എടി ഞാൻ എന്നാ പറഞ്ഞാലും അവൻ ഏതാണ്ട് പോലെയാ. എന്നാ പറഞ്ഞാലും തർക്കുത്തരവേ പറയത്തുള്ളൂ. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? അതിന് നിങ്ങൾ എപ്പോഴേലും അവനെ സ്നേഹിച്ചിട്ടുണ്ടോ? എപ്പോൾ നോക്കിയാലും ഉപദേശവും ചോദ്യം ചെയ്യലും പോലീസ് മുറയൊക്കെ. എടി ആമ്പിള്ളേരായ മാതാപിതാക്കൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിൽക്കണം. അല്ലാതെ പിന്നെ എങ്ങനെ ഇവരെയൊക്കെ പോറ്റിക്കൊണ്ട് പോകുന്നത്? എന്നാലേ നിങ്ങളുടെ സ്നേഹമൊക്കെ അങ്ങ് ഉള്ളിൽ പൊതിഞ്ഞു വെച്ചു, ആർക്കും കൊടുക്കണ്ട. എടി നീ അവനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നീ ഇത് പറ, അവൻ നിന്നെ വിളിച്ചായിരുന്നോ? അവൻ എല്ലാ ദിവസവും വിളിക്കത്തൊന്നുമില്ല. അവനവിടെ പഠിക്കാനൊക്കെ ഉണ്ട്, പരീക്ഷയാ. എടി ആൻസി, എന്നാൽ അവൻ എന്നടി എന്നോട് ഇത്ര ദേഷ്യം? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടി നീ ഇങ്ങനെ പണങ്ങാൻ തുടങ്ങിയ ഞാൻ പിന്നെ എന്നാ ചെയ്യും? ഇച്ചായ, ഇച്ചായ. ആ എന്നാടി? ടെസയുടെ സ്കൂളിൽ നിന്ന് വിളിച്ചു. എന്തിനാ? അവൾക്കെന്തോ തലകർക്കം പോലെ. ആരെങ്കിലും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ നീ അങ്ങോട്ടൊന്ന് ചെല്ലേ. ആശുപത്രി കൊണ്ടുപോകൂ. ആ, എന്നിട്ട് ചെന്നിട്ട് എന്നെ വിളിക്കണം കേട്ടോ? എന്നാ ഞാൻ പോയിച്ചു വരാം. ആ. ടെസയുടെ മമ്മിയല്ലേ? അതെ മാം. രാവിലെ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ടീച്ചർമാർ പറഞ്ഞത്. പിന്നെയാ ക്ലാസ്സിലിരുന്ന് കരയാൻ തുടങ്ങിയത്. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല മാഡം. മോളെ നീ എന്തിനാ കരയുന്നേ? ഞങ്ങൾ ഒരുപാട് ചോദിച്ചു, ഒന്നും പറയുന്നില്ല. ഇതുപോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക. മോളൊരു കാര്യം ചെയ്യേ, മമ്മിയുടെ കൂടെ വീട്ടിലേക്ക് പോക്കൂ. അവിടെ ചെല്ലുമ്പോൾ എല്ലാം ശരിയാവും കേട്ടോ. വീട്ടിൽ പാ. താങ്ക് യു മാം. എന്നാ മോളെ, എന്നാ പറ്റി നിനക്ക്? എന്നാണേലും മമ്മിയോട് പറ. മമ്മിയില്ലേ നിന്റെ കൂടെ? ഏതോ ഒരു ചെറുക്കൻ ഏതോ ഒരു സൈറ്റിൽ അവളുടെ ഫോട്ടോ കണ്ടെന്നും പറഞ്ഞ് അവള് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇച്ചായ, ഇനി ആ പയ്യൻ പറഞ്ഞത് വല്ലതും സത്യമാണെങ്കിലോ? നമ്മുടെ മോള്. നീ ഏതായാലും മോഡൽ എടുത്തോട്ടൊന്ന് ചെല്ല്. ഞാൻ രണ്ടുമൂന്ന് പേരൊന്ന് വിളിച്ചു വെക്കട്ടെ. ഹലോ. ആ സാറേ, ഞാൻ ജോണിയാ. മോളെ, എടി ആ ചെറുക്കൻ വെറുതെ പറഞ്ഞതായിരിക്കും. ഇനി അഥവാ എവിടെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സൈബർ സെല്ലിൽ പരാതി കൊടുക്കാം. എടി അതൊക്കെ മാറ്റാൻ പറ്റുമെന്നേ. ഇതേയൊക്കെ ഉള്ള കാലമല്ലേ. ആരുടെ ഫോട്ടോ വേണേലും ആർക്ക് വേണേലും എടുത്ത് എന്തും കാണിച്ചിടാൻ പറ്റും. അതിനൊക്കെ നീ ഇങ്ങനെ വിഷമിക്കാൻ പോയാൽ എണിക്ക്. എഴുന്നേറ്റ കുഞ്ഞേ, പപ്പയല്ലേ പറയുന്നത്. എണിക്ക്. ദേ പപ്പയൊന്ന് നോക്കിക്കേ. ഇങ്ങോട്ട് നോക്ക്. എടി എന്ത് സംഭവിച്ചാലും പപ്പായും മമ്മിയും നിന്റെ കൂടെ ഇല്ലേ? പപ്പ.
നീയൊക്കെ എന്നെ മനസ്സാക്കിയില്ലത് പറടാ. എന്റെ പെങ്ങളാടാ അത്. അറിയാം, അടുത്തത് നിന്റെ അമ്മയാണ്. ഇനി ഗ്രേഡ് കൂടും. അതും കൂടി കാണണ്ടെങ്കിൽ നിനക്ക് ഇനി അടുത്ത ഒരു ദിവസം എടുക്കാം. പലിശയും എല്ലാം കൂടി ചേർത്ത് 2,53,415 രൂപ. 1 രൂപ കുറയരുത്. അല്ലെങ്കിൽ അറിയാലോ, ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കരുത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതേച്ചാ. ടെസയ്ക്ക് കൊടുത്ത കരുതലും സ്നേഹവും ഒന്നും ആൽഫി കൊടുത്തില്ല അല്ലേ? അവനൊരു ആൺകുട്ടിയല്ലേ അച്ഛാ? ആൺകുട്ടികൾക്കെന്നാ സ്നേഹം വേണ്ടേടൂ. മക്കൾക്കൊരു പ്രശ്നമുണ്ടായാൽ അത് ആദ്യം അവരുടെ മാതാപിതാക്കളോട് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് കൊടുക്കണം. അച്ഛാ, ഇച്ചായൻ അവനോട് സ്നേഹത്തോടൊരു വാക്ക് പോലും പറയത്തില്ല. എപ്പോഴും ദേഷ്യമാണ്. അപ്പനാണ് ആൺമക്കളുടെ ധൈര്യം, അമ്മ തണലും. അതെന്നും അങ്ങനെ ആയിരിക്കണം. ഏതായാലും ജോസഫ് സാർ ഉണ്ടായിരുന്നുകൊണ്ട് കാര്യങ്ങൾ വഷളായില്ല. ടെസമോളെ, ഇപ്പം നിന്റെ വിഷമമൊക്കെ മാറിയോ? ആ, താങ്ക് യു ഫാദർ. എടോ ജോണി, പള്ളിയിലെ എല്ലാ കാര്യങ്ങളും താൻ നന്നായി നടത്തുന്നുണ്ടല്ലോ. പക്ഷേ മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ താൻ പിശുക്ക് കാണിച്ചല്ലേ? അതാണ് തനിക്ക് പറ്റിയ കുഴപ്പം. എടോ, ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. എങ്കിലേ അത് മനുഷ്യന് മനസ്സിലാകുകയുള്ളൂ. കേട്ടോ? മോനെ ആൽഫി, ഇത് മോനെ നിനക്കിഷ്ടപ്പെട്ട കുറച്ച് ചക്ക വറുത്തതാ. അന്ന് തരാൻ മറന്നുപോയി. പപ്പയോട് ക്ഷമിക്കടാ.